ഇറാന്റെ പ്രധാന വരുമാന സ്രോതസ്സായ എണ്ണ വ്യാപാരത്തെ തകർക്കാൻ ലക്ഷ്യമിട്ട് കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളുമായി അമേരിക്ക. ഇക്കണോമിക് ഫ്യൂറി എന്ന് പേരിട്ടിരിക്കുന്ന നീക്കത്തിലൂടെ ചൈന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ഓയിൽ റിഫൈനറിക്കും ഇറാന്റെ എണ്ണക്കടത്തിന് സഹായിക്കുന്ന 40 ഷിപ്പിംഗ് കമ്പനികൾക്കും ടാങ്കറുകൾക്കും എതിരെയാണ് വാഷിംഗ്ടൺ ഉപരോധം ഏർപ്പെടുത്തിയത്. ഇറാനിയൻ അസംസ്കൃത എണ്ണ ആഗോള വിപണിയിൽ എത്തിക്കാൻ ഉപയോഗിക്കുന്ന വിപുലമായ ഷാഡോ നെറ്റ്വർക്കിനെ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. ചൈനയിലെ സ്വതന്ത്ര റിഫൈനറികൾ അഥവാ ടീപോട്ട് റിഫൈനറികളാണ് ഇറാനിൽ നിന്ന് വൻതോതിൽ എണ്ണ വാങ്ങുന്നത്. അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയുമായി വലിയ ബന്ധമില്ലാത്ത ഇത്തരം സ്ഥാപനങ്ങൾ വഴിയാണ് ഇറാൻ തങ്ങളുടെ എണ്ണ വ്യാപാരം രഹസ്യമായി നടത്തിയിരുന്നത്. പുതിയ തീരുമാനത്തോടെ ഈ ശൃംഖലയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാകും. ഇറാന്റെ ഊർജ്ജ കയറ്റുമതി തടയുന്നതിലൂടെ രാജ്യം നടത്തുന്ന പ്രാദേശിക ഇടപെടലുകൾക്കും സൈനിക പ്രവർത്തനങ്ങൾക്കുമുള്ള സാമ്പത്തിക സഹായം ഇല്ലാതാക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഇറാന്റെ നിയമവിരുദ്ധമായ എണ്ണ വ്യാപാരത്തെ താങ്ങി നിർത്തുന്ന അന്താരാഷ്ട്ര ശൃംഖലയ്ക്കുമേൽ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കുമെന്ന് അമേരിക്കൻ ട്രഷറി വിഭാഗം പ്രസ്താവനയിൽ വ്യക്തമാക്കി. അമേരിക്കയുടെ നീക്കത്തിനെതിരെ ചൈന ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു. ഉപരോധങ്ങളെ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നത് വാഷിംഗ്ടൺ നിർത്തണമെന്നും സാധാരണ നിലയിലുള്ള വ്യാപാരത്തെ തടസ്സപ്പെടുത്തുന്നത് ശരിയല്ലെന്നും ചൈനീസ് എംബസി വ്യക്തമാക്കി. നിലവിൽ ഇറാൻ കയറ്റുമതി ചെയ്യുന്ന എണ്ണയുടെ 80% വാങ്ങുന്നത് ചൈനയാണ്. ഹോർമൂസ് കടലിടുക്കിലെ തർക്കങ്ങളും ഇറാന്റെ എണ്ണക്കടത്തിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും ആഗോള ഊർജ്ജ വിപണിയിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കുന്നത്. വരും ദിവസങ്ങളിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ നടക്കാനിരിക്കെ പുറത്തുവന്ന ഈ ഉപരോധം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്.